മഹാനായ തോമസ് ആൽവ എഡിസന് വെറും മാസങ്ങൾ മാത്രമാണ് സ്കൂളിൽ പോകാൻ കഴിഞ്ഞത്. ചെറുപ്രായത്തിലുണ്ടായ ഇൻഫെക്ഷൻ മൂലം എഡിസന് കേൾവി തകരാറും ഉണ്ടായി. ഒരു ദിവസം എഡിസൺ വീട്ടിലെത്തിയത് സ്കൂളിൽ നിന്നും അധ്യാപിക കൊടുത്തയച്ച ഒരു കത്തുമായിട്ടാണ്. എന്നിട്ട് എഡിസൺ അമ്മയോട് പറഞ്ഞു, ഈ കത്ത് എൻ്റെ ടീച്ചർ അമ്മയുടെ കയ്യിൽ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു തന്നതാണ്. നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ അമ്മ അവന് കേൾക്കാനായി ഉറക്കെ കത്ത് വായിച്ചു. നിങ്ങളുടെ മകൻ ഒരു പ്രതിഭയാണ്. ഈ സ്കൂളിൽ അവനെ പഠിപ്പിക്കാൻ പര്യാപ്തമല്ല. അവനെ പരിശീലിപ്പിക്കാൻ പറ്റിയ നല്ല അധ്യാപകരും ഇവിടെയില്ല. ദയവായി നിങ്ങൾ തന്നെ അവനെ വീട്ടിലിരുത്തി പഠിപ്പിക്കുക. അന്നത്തോടെ എഡിസന്റെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു. അമ്മ അവനെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ അറിവെല്ലാം വായിച്ച പുസ്തകങ്ങളിൽ കൂടെയായിരുന്നു. എഡിസൺ മുതിർന്നു. ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തി. ലോകമറിയുന്ന സംരംഭകനായി. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. വ്യാവസായികവൽക്കരണത്തിന് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ മുതൽക്കൂട്ടായി. നൂറ്റാണ്ടിലെ പ്രതിഭയായി അദ്ദേഹം വളർന്നു. കാലം കടന്നുപോയി. ഇതിനെല്ലാം സാക്ഷിയായ അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടു. ഒരിക്കൽ വീട്ടിലെ പഴയ സാധനങ്ങൾക്കിടയിൽ എന്തോ പരുതുകയായിരുന്ന എഡിസൺ മേശവലിപ്പിൽ മടക്കി വച്ചിരുന്ന ഒരു കടലാസ് അവിചാരിതമായി കണ്ടു. ആ പഴയ കത്തായിരുന്നു അത്. അദ്ദേഹം അത് തുറന്ന് വായിച്ചു. നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ്. ഇനി മുതൽ അവൻ സ്കൂളിൽ വരേണ്ടതില്ല. കത്ത് വായിച്ച എഡിസൺ മണിക്കൂറുകളോളം കരഞ്ഞു. പിന്നെ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: ഹീറോ ആയ ഒരമ്മ കാരണം നൂറ്റാണ്ടിൻ്റെ ജീനിയസായ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ് തോമസ് ആൽവ എഡിസൺ. ആ അമ്മയുടെ ഒരൊറ്റ നിശ്ചയദാർഢ്യമാണ് തോമസ് ആൽവ എഡിസൺ എന്ന മഹാൻ്റെ പിറവിക്ക് കാരണം. അന്ന് ആ കത്ത് വായിച്ച് മകനെ കുറ്റപ്പെടുത്താനോ വിധിയെ പഴിക്കാനോ മുതിരാതെ അവനെ ചേർത്ത് നിർത്തി ആകാശത്തോളം ഉയരാൻ സഹായിച്ച ആ അമ്മയാണ് യഥാർത്ഥ ഹീറോ. ഒരു കഴിവുമില്ലാത്തവരായി ഈ ഭൂമിയിൽ ആരുമില്ല. അത് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിലാണ് കാര്യം. നിഷേധാത്മകമായ ചിന്തകൾ വെടിയൂ. ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ നേരിടൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുഭദിനം.